നമസ്കാരം. മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയിൽ മാത്രമല്ല, സിനിമ നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. രണ്ടും ഒരു ദിവസത്തെ ഇടവേളയ്ക്കിടയിലാണ് നടക്കുന്നത്. അമ്മയിൽ താരങ്ങൾ പരസ്പരം ചേരിതിരിഞ്ഞ് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉയർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഒറ്റയാൻ പോരാട്ടമാണ്. 316 പേർക്ക് മാത്രമാണ് ആകപ്പാടെ വോട്ടവകാശമുള്ളത്. എന്നിട്ടും അവിടെ ഒരു വിമത ശബ്ദം, ഒറ്റയാൻ ശബ്ദം, ഒരു സ്ത്രീ ശബ്ദം ഉയർന്നു നിൽക്കുന്നു. സാന്ദ്ര തോമസ് എന്ന നിർമ്മാതാവിൻ്റെ. സാന്ദ്ര തോമസിനെ കഴിഞ്ഞ കുറേ കാലമായി നിർമ്മാതാക്കളും അവരുടെ സംഘടനയും ഒറ്റപ്പെടുത്തുന്നതിൻ്റെ വിശേഷങ്ങളും വാർത്തകളും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഒറ്റയാൻ പോരാളിയായി സാന്ദ്ര തോമസ് മുമ്പോട്ട് പോവുകയാണ്. സാന്ദ്ര നോമിനേഷൻ കൊടുക്കുന്നതിന് മുൻപ് തന്നെ സാന്ദ്രയുടെ നോമിനേഷൻ തള്ളും എന്ന് നിർമ്മാതാക്കളുടെ സംഘടനാ നേതാക്കൾ പ്രചരിപ്പിച്ചിരുന്നു. പലയിടങ്ങളിലും നേരത്തെ തന്നെ നിർമ്മാതാക്കൾ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ സാന്ദ്രയുടെ നോമിനേഷൻ തള്ളി. പക്ഷെ സാന്ദ്ര യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല. പോരാട്ടം കോടതിയിൽ എത്തിച്ചിരിക്കുന്നു. സാന്ദ്ര തോമസ് നോമിനേഷൻ കൊടുക്കാൻ പോയത് പർദ്ദയിട്ടുകൊണ്ടാണ്. ആ പർദ്ദയിട്ടുകൊണ്ട് പോയതിൻ്റെ കാര്യം തന്നെ പുരുഷാധിപത്യമുള്ള നിർമ്മാതാക്കളുടെ സംഘടനയിൽ ഒരു സ്ത്രീക്ക് കയറി ചെല്ലാൻ പ്രയാസമാണ് എന്ന സന്ദേശം ലോകത്തിന് കൊടുക്കുക, മാധ്യമ ശ്രദ്ധ നേടുക എന്നത് തന്നെയായിരുന്നു. അതിന് ഗുണമുണ്ടായി. അതേസമയം സ്ക്രൂട്ടിനിക്ക് വിളിച്ചപ്പോൾ സാന്ദ്ര തോമസ് ജീൻസൊക്കെ ഇട്ട് സാധാരണ പോകുന്നത് പോലെ തന്നെ ചെന്നു. പക്ഷെ അവിടെ മുൻകൂട്ടി ഒരുക്കിയ തിരക്കഥയുടെ ഭാഗമായി സാന്ദ്രയുടെ നോമിനേഷൻ തള്ളുകയായിരുന്നു. സാന്ദ്ര അതിനെ ചോദ്യം ചെയ്യുന്നു. നിർമ്മാതാക്കളും സാന്ദ്രയും തമ്മിലുള്ള കശപിശയുടെ വാർത്തകളും വീഡിയോ ദൃശ്യങ്ങളും പുറത്തേക്ക് വരുന്നു. സാന്ദ്ര ഒറ്റയ്ക്ക് വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തിറങ്ങുന്നു. ഇപ്പോൾ സാന്ദ്രയുടെ പോരാട്ടം കോടതിയിലാണ്. കോടതി സാന്ദ്രയുടെ ഭാഗം കേട്ട് 11-ാം തീയതിയിലേക്ക് കേസ് മാറ്റിവെച്ചിരിക്കുന്നു. സാന്ദ്ര കൊടുക്കുന്ന ആദ്യത്തെ കേസൊന്നുമല്ല ഇത്. അനേകം കേസുകൾ സാന്ദ്ര ഇതിനോടകം കൊടുത്തിട്ടുണ്ട്. ആ കേസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുകയാണ് തനിക്ക് മത്സരിക്കാൻ അവകാശമുണ്ട്, തൻ്റെ നോമിനേഷൻ തള്ളരുതേ എന്ന് പറഞ്ഞുള്ള ഈ ഹർജി. ഈ ഹർജിയിലെ തീരുമാനം നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിർണായകമാവും. നിർമ്മാതാക്കളുടെ സംഘടനാ നേതാക്കൾക്കെതിരെ സാന്ദ്ര തോമസ് നേരത്തെ കേസ് കൊടുക്കുകയും അവർ സാന്ദ്രയ്ക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് സാന്ദ്ര മത്സരിക്കാൻ എത്തിയത്. സാന്ദ്രയെ തോൽപ്പിക്കാം എന്ന ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ടാവാം നിർമ്മാതാക്കൾ ഒരുമിച്ച് ചേർന്ന് സാന്ദ്രയുടെ നോമിനേഷൻ തള്ളിയത്. സാങ്കേതിക കാരണം പറഞ്ഞുകൊണ്ട് സാന്ദ്രയുടെ പേരിൽ ആവശ്യത്തിന് സിനിമയില്ല എന്നൊക്കെയാണ് ഇവരുടെ ഭാഷ്യം. പക്ഷെ സാന്ദ്ര പറയുന്നത് അതൊക്കെ നുണയാണ്. താൻ എല്ലാവിധ യോഗ്യതയുമുള്ളയാളാണ്. ബോധപൂർവം തന്നെ ഭയക്കുന്നത് കൊണ്ടാണ് നിർമ്മാതാക്കൾ അകറ്റി നിർത്തുന്നതും ഈ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നതും. പക്ഷെ താൻ അവസാന നിമിഷം വരെ പോരാടും. താൻ ഈ സംഘടനയുടെ പ്രസിഡൻ്റായി സംഘടനയെ നേരെ ചൊവ്വേ മുമ്പോട്ട് കൊണ്ടുപോകും. അഴിമതിയാണ് സംഘടനയിൽ നടക്കുന്നത്, താൻ അതിനെ എതിരിടും എന്നാണ് സാന്ദ്രയുടെ പ്രഖ്യാപനം. 25 വർഷമായി ഒരു വരണാധികാരിയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അതുതന്നെ തട്ടിപ്പാണ്. വരണാധികാരിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞുള്ള സാന്ദ്രയുടെ കേസും കോടതിയിലുണ്ട്. എന്നാലും പുരുഷാധിപത്യമുള്ള സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയിൽ സാന്ദ്ര നടത്തുന്ന പോരാട്ടം ജനപിന്തുണ ആർജിച്ചുകൊണ്ട് മുന്നേറുകയാണ്. എന്തുകൊണ്ട് പോരാടുന്നു, എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് സാന്ദ്ര പറയുന്നത് കൂടി കേൾക്കുക. നമസ്കാരം സാന്ദ്ര, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു, സന്തോഷം. ആയിക്കോട്ടെ. ഞാൻ ആദ്യമേ സാന്ദ്രയുടെ ഈ ഒറ്റയാൻ പോരാട്ടത്തിന് എന്റെ അഭിനന്ദനങ്ങൾ. താങ്ക് യു. സാന്ദ്രയുടെ ശത്രുക്കളെല്ലാം എന്റെ സുഹൃത്തുക്കളാണ്. അറിയാം, എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എന്റെ ഒരു വീഡിയോ വരാൻ ഒരുപാട് ലേറ്റ് ആയി. അതും ഞാൻ ശ്രദ്ധിച്ചു. അല്ലല്ല, വാർത്തകളെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഞാൻ പ്രതികരിക്കുന്ന കാര്യം മാത്രമല്ല. എനിവേ, എന്താണ് സംഭവിച്ചത്? അതായത് സാന്ദ്രയ്ക്ക് അയോഗ്യതയുണ്ട് എന്ന് ഇവർ പറയാൻ കാരണം എന്താണ്? അത് അവരെന്നെ ഭയക്കുന്നതുകൊണ്ട്. ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പോലും വന്നു കഴിഞ്ഞാൽ അവിടെ കൂട്ടരാജി വെക്കും എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അപ്പൊ എന്നെ അവർ ഭയങ്കരമായി ഭയക്കുന്നത് കൊണ്ടാണല്ലോ എന്നെ അവർ വരാതിരിക്കാനായിട്ടുള്ള ഈ സാങ്കേതിക കാരണങ്ങളൊക്കെ, മുട്ടാപ്പോക്ക് ന്യായങ്ങളാണല്ലോ പറയുന്നത്. ഞാൻ ഇവിടെ ഇത്രയും സിനിമകൾ ചെയ്തിട്ടുള്ളതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവര് പറയുന്നത് സാന്ദ്രയുടെ പേരിൽ സിനിമ ചെയ്തിട്ടില്ലെന്നോ? എന്താണ് അവര് പറയുന്നത്? അങ്ങനെയാണോ അവര് പറയുന്നത്? അവര് പറയുന്നത് വെറുതെ അതാ ഞാൻ പറഞ്ഞ ഒരു മുട്ടാപ്പോക്ക് ന്യായമാണ്. ഈ പറയുന്ന സിനിമകളെല്ലാം എന്റെ സ്വന്തം പേരിലാണ് സെൻസർ ചെയ്തിരിക്കുന്നത്. എന്റെ പേരിലാണ്, സാൻഡ്ര തോമസ് എന്ന പേരിലാണ് സെൻസർ ചെയ്തേക്കുന്നത്. 9 സിനിമകൾ ഫ്രൈഡേ ഫിലിം ഹൗസ്, 7 സിനിമകൾ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ബാനറിലും 2 സാൻഡ്ര തോമസ് പ്രൊഡക്ഷൻസിന്റെ ബാനറിലും. ഈ 9 സിനിമകളും എന്റെ പേരിൽ തന്നെയാണ് സെൻസർ ചെയ്തിരിക്കുന്നത്. ഫ്രൈഡേ ഫിലിംസ് അതിനകത്ത് അത് മറ്റേ സെൻസർഷിപ്പ് എടുത്തിരിക്കുന്ന മറ്റേ വിജയബാബു അല്ലായിരുന്നോ? അല്ല,
എന്റെ പേരില. അന്ന് ഇപ്പൊ ഫ്രൈഡേ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് വിജയബാബു ഇല്ല. ഫ്രൈഡേ ചെയ്യുന്ന സമയത്ത് ഇന്നോവേറ്റീവ് ഫിലിം കോൺസെപ്റ്റ്സ് എന്ന് പറയുന്ന കമ്പനിയിലാണ് ഫ്രൈഡേ ചെയ്യുന്നത്. ഫ്രൈഡേ IFFKയിലൊക്കെ സ്ക്രീൻ ചെയ്ത് അതൊരു സക്സസ് ആയി കഴിഞ്ഞതിന് ശേഷമാണ് ഒരു സീരിയസ് ആയിട്ട് പ്രൊഡക്ഷൻ കമ്പനിയെ കുറിച്ച് ആലോചിക്കുന്നത് തന്നെ. അങ്ങനെയാണ് ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന ബാനറിൽ ഒരു പ്രൊഡക്ഷൻ ഹൗസ്. അന്നും ഞാനും എന്റെ പപ്പയാണ് പാർട്ട്നേഴ്സ്. അത് കഴിഞ്ഞ് സക്രിയയുടെ ഗർഭിണികൾ തുടങ്ങുന്നു. മങ്കിപ്പൻ അവസാനിക്കാറാകുമ്പോഴാണ് വിജയ് സൂര്യ ടിവിയിൽ നിന്ന് റിസൈൻ ചെയ്ത് 3 കമ്പനീസിലേക്കായിട്ടാണ് വന്നത്. ഒന്ന് എന്റെ കമ്പനി, ഒന്ന് കിളിബോയി ഒക്കെ ചെയ്തൊരു കമ്പനി, പിന്നെ ഒന്ന് OG സുനിലിന്റെ കമ്പനി. അങ്ങനെ 3 കമ്പനീസിലേക്കായിട്ടാണ് വിജയ് വന്നത്. അതില് എന്റെ കൂടെയാണ് കണ്ടിന്യൂ ചെയ്തത് എന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് ഈ സിനിമയുടെ എല്ലാം സെൻസർ എടുത്തിരിക്കുന്നത് സാന്ദ്രയുടെ പേരിൽ തന്നെയാണ്. എന്റെ പേരിൽ തന്നെയാണ്. ഞാൻ ഫിലിം ഹൗസിൽ നിന്ന് മാറുന്നോടം വരെ ഞാൻ തന്നെയായിരുന്നു അതിന്റെ മാനേജിംഗ് പാർട്ട്ണർ. ഞാൻ ഇവരോടൊക്കെ ചോദിച്ചപ്പം ഇവരൊക്കെ എന്നോട് ഈ തള്ളുന്നതിന് മുമ്പ് തന്നെ എന്നോട് ഇവര് പറഞ്ഞിരുന്നത് തള്ളും അതിന്റെ കാര്യം സാന്ദ്രയുടെ പേരിലൊന്നും ഇല്ലെന്നാ പറഞ്ഞത്. അപ്പൊ എന്തിനാ ഇവർ അങ്ങനെ പറയുന്നത്? അതവര് കള്ളം പറഞ്ഞ് പ്രചരിപ്പിച്ചതാണ് എല്ലായിടത്തും. അതായത് മീഡിയക്കാരുടെ ഇടയിൽ തന്നെ ബൈലോ ഒക്കെ വെച്ച് ആദ്യം തന്നെ പ്രചരിപ്പിച്ചു. അത് തള്ളും എന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ചു. ഇത് പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത് എന്താണ് ഇതിന്റെ സത്യം. ഒന്നാമത് ഞാൻ ആദ്യമായിട്ട് മത്സരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിന്റെ എന്താണ് സത്യാവസ്ഥ എന്നറിയാൻ വേണ്ടി ഈ റിട്ടേണിംഗ് ഓഫീസറെ ഞാൻ വീട്ടിൽ പോയി കണ്ടിരുന്നു. അദ്ദേഹത്തെ ഞാൻ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു വീട്ടിലോട്ട് പോയോ, നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും മറ്റൊരു പ്രൊഡ്യൂസർ ഷീല കുര്യൻ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ, ഞങ്ങൾ രണ്ടുപേരും കൂടെ അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ടപ്പം ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞു എനിക്ക് മത്സരിക്കാൻ പറ്റില്ല എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അതെങ്ങനെ സാറിന് അറിയാം എനിക്ക് മത്സരിക്കാൻ പറ്റില്ല? അല്ല അത് എനിക്കറിയാം, നിങ്ങളുടെ പേരിൽ 2 പടേ ഉള്ളൂ. ഞാൻ പറഞ്ഞു അല്ല, എന്റെ പേരിൽ ഒരുപാട് പടങ്ങളുണ്ട്, അത് കൂടാതെ 7 പടങ്ങൾ വേറെ ഉണ്ട്, അതൊന്നും രജിസ്റ്റേർഡ് അല്ല. ഞാൻ പറഞ്ഞു ഇതൊക്കെ എങ്ങനെ സാറിന് അറിയാവുന്നേ, എന്റെ പേരിൽ രജിസ്റ്റേർഡ് അല്ല അതൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നിട്ട് ഈ സെൻസർ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. സെൻസർ സർട്ടിഫിക്കറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭാര്യയും ഉണ്ടായിരുന്നു. അപ്പൊ രണ്ടുപേരും കൂടി ഇരിക്കുകയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു സാൻഡ്ര എനിക്കറിയാം നിങ്ങളുടെ സൈഡിലാണ് 100% ശരിയെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് വേറെ നിവൃത്തിയില്ല. ഞാൻ ഇവിടെ 25 വർഷമായിട്ടിരിക്കുന്ന ഒരാളാണ്. എല്ലാവരുമായിട്ടും അടുത്ത ബന്ധം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അവർ പറയുന്നതേ ഇപ്പൊ കേൾക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതെനിക്ക് തള്ളേണ്ടതായി വരും. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ആ സമയത്ത് നിങ്ങൾ എന്നോട് എഴുതി തരാൻ പറഞ്ഞാൽ മതി. എന്താണ് റീസൺ എന്ന് എഴുതാനുള്ളത് എഴുതി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഴുതി തരാം. എന്നാലും നിങ്ങൾക്ക് കോടതിയിൽ പോയാലും ഒരു നീതി കിട്ടാനായിട്ടുള്ള ചാൻസസ് കുറവാണ്. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ, എനിക്കറിയില്ലല്ലോ ഇതൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്തുകൊണ്ടാ എന്ന് ചോദിച്ചു. പറഞ്ഞു ഒരു ഇലക്ഷൻ പ്രൊസീജിയർ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ കോടതി ഇടപെടില്ല, കോടതി അതിലേക്ക് ഇന്റർഫെയർ ചെയ്യാറില്ല സാധാരണ. അതുകൊണ്ട് തന്നെ ഇപ്പോ ഒരു തീരുമാനമൊന്നും ആവത്തില്ല. ഇപ്പൊ ഇലക്ഷൻ നടക്കും, അതങ്ങനെ തന്നെ നടക്കും. അപ്പൊ ഞാൻ സത്യത്തിൽ നിസ്സഹായമായിട്ട് ഞാൻ അദ്ദേഹത്തിന് മുന്നിരുന്ന് കരഞ്ഞു. ഒരു പ്രായമുള്ള 2 പേരാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു സാർ എനിക്ക് ഇങ്ങനൊരു ദുരനുഭവം അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇത് എന്നെ ഇവിടുന്ന് തുടച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുമ്പോൾ എന്റെ പൊരുതലിന്റെയും കൂടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഇലക്ഷന് നിൽക്കുന്നത്. അത് സാറ് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം അദ്ദേഹം പിന്നെ നിസ്സഹായാവസ്ഥ എനിക്ക് മനസ്സിലായി. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവസാനം സാറിന്റെ മനസാക്ഷിക്ക് അനുസരിച്ച് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷമാണ് ഞാൻ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുക? ഞാൻ ഒറ്റയ്ക്ക, അപ്പുറത്ത് നിൽക്കുന്ന ഒരു സംഘം ആൾക്കാരാണ്. അപ്പൊ ഇതിനെ ഞാൻ എങ്ങനെ പ്രതിരോധിക്കുക? അപ്പോഴാണ് എന്റെ മമ്മി വെറുതെ കാഷ്വലി സംസാരിച്ച കൂട്ടത്തിൽ എന്റെ അടുത്ത് പറഞ്ഞു ഇവന്മാരുടെ അടുത്തൊക്കെ പോണെങ്കിൽ പർദ്ദയിട്ടേ പോവാൻ പറ്റുള്ളല്ലോ എന്ന് പറഞ്ഞു. അതിൽ നിന്നാണ് ഞാൻ ഓർത്ത് ശരി പർദ്ദയെങ്കിൽ പർദ്ദ അതിട്ടുകൊണ്ട് പോവാം. അത് എന്റെ പ്രതിഷേധം, എന്റെ പ്രൊട്ടസ്റ്റാ. അങ്ങനെയാണ് ഞാൻ അന്ന് ആ പർദ്ദയിട്ട് അവിടെ നോമിനേഷൻ. അതെന്തുകൊണ്ട് എന്റെ നോമിനേഷൻ ശ്രദ്ധ കിട്ടിയെങ്കിൽ മാത്രമേ എന്റെ നോമിനേഷൻ തള്ളുന്നതും ശ്രദ്ധ കിട്ടുള്ളൂ. മനസ്സിലായി. അതെനിക്കറിയാം. കാര്യം എനിക്ക് വേണ്ടി സംസാരിക്കാൻ വേറെ ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക് കിടന്നാണ് ഈ മീഡിയ കിടന്ന്. അപ്പോഴും ഒരു കൂട്ടം ആളുകൾ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്നതെല്ലാം കള്ളത്തരവാണ്, ഇതൊന്നും സത്യമല്ല, അങ്ങനെയൊന്നുമില്ല, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ പറയാണ്. KR മീര മാമിനെ പോലുള്ള ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ അവരെയും പേഴ്സണലി വിളിച്ച് പറഞ്ഞു കൊടുക്കുക, എന്റെ കൂടെ നിൽക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ എന്റെ കൂടെ നിൽക്കുന്നു അല്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് തോന്നുന്ന ആൾക്കാരെ എല്ലാം ഇവര് പലരായിട്ട് വിളിച്ച് നിൽക്കരുത് എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യുന്നു. അതിനനുസരിച്ച് ഞാൻ ശക്തയായി.
എന്നിട്ട് അവസാനം നോമിനേഷൻ പിൻവലിക്കാൻ നോമിനേഷൻ കൊടുത്തപ്പോൾ കുഴപ്പമൊന്നുമില്ല, അത് കൊടുത്തിട്ട് പോന്നു. കൊടുത്തിട്ട് പോന്നു. പിൻവലിക്കാൻ പക്ഷെ അത് ചെന്നപ്പോഴാണ് എന്താ എല്ലായിടത്തും സംഭവിച്ചത്? പിൻവലിക്കുന്നത് എങ്ങനെ അറിഞ്ഞേ? അല്ല സോറി, തള്ളിയെന്ന് ആ സമയത്ത് അവിടെ ചെന്നോ ഈ ബഹളം ഉണ്ടാക്കിയിട്ട്? അല്ല, ഈ സ്ക്രൂട്ടിനിയുടെ സമയത്ത് വരണം എന്നുള്ളത് പറഞ്ഞിരുന്നല്ലോ. അപ്പം ആ സ്ക്രൂട്ടിനി അപ്പൊ ഈ റിട്ടേണിംഗ് ഓഫീസറും എന്നോട് പറഞ്ഞായിരുന്നു സ്ക്രൂട്ടിനിയുടെ സമയത്ത് വരണം. അപ്പം വലിയ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു വലിയ ഇതുണ്ടായില്ലെങ്കിൽ അദ്ദേഹം കയറ്റി വിട്ടേനെ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ ആദ്യം മുതലേ അതൊരു നാടകമായിരുന്നു. തുടക്കം മുതൽ ആദ്യം നമ്മൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഇവര് പല രീതിയിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ടായിരുന്നു. ഇവിടെ തമാശയൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു. സിയാദ് കോക്കർ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുന്നു. അപ്പൊ നമ്മളിത് കേട്ടുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. 2 സ്ത്രീകളാണെന്ന് ആലോചിക്കണം. അപ്പുറത്ത് അവിടെ ഇരുന്ന് അവർ നമ്മളെ കളിയാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബൈലോ പ്രകാരം ഒരു റെഗുലർ മെമ്പറായ ഒരു നിർമ്മാതാവിന് അയാളുടെ ക്രെഡിറ്റിൽ, അല്ലാതെ ഫേമിന്റെ ക്രെഡിറ്റിൽ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അയാളുടെ ക്രെഡിറ്റിൽ 3 സെൻസർ സർട്ടിഫിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് മത്സരിക്കാം എന്നാണ്. അതിന്റെ അർത്ഥം അവരൊരു 3 സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ടാവണം, അത്ര എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലല്ലോ, ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോഴാണ് ഇത് വന്നു കഴിഞ്ഞപ്പം ഉടനെ അവർ പറഞ്ഞു ഇല്ല, എന്റെ മാത്രമാണ്, എന്റെ രജിസ്ട്രേഷൻ എല്ലാം എടുത്തുകൊണ്ട് വന്നു, ബാക്കി ആരുടെ ഒന്നും എടുത്തിട്ടില്ല, ഒരു സാധനവും എടുത്തിട്ടില്ല. എന്റെ മാത്രം എന്റെ രജിസ്ട്രേഷന് വേണ്ടി കൊടുത്തേക്കുന്ന സെൻസർ സർട്ടിഫിക്കറ്റ് സാധനങ്ങളെല്ലാം എടുത്തു. അപ്പം എന്നിട്ട് എന്നോട് റിട്ടേണിംഗ് ഓഫീസർ ചോദിച്ചു, ഇത് തന്നെയല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഞാൻ പറഞ്ഞു സാർ, റെഗുലർ മെമ്പർഷിപ്പ് കിട്ടാൻ എന്നോട് ഇവർ ചോദിച്ചത് ആധാർ കാർഡും ഡ്രൈവിംഗ് ലൈസൻസും ആണെങ്കിൽ അതായിരിക്കും ഞാൻ കൊടുത്തിട്ടുണ്ടാവുക. ഇവരെന്താണോ ചോദിച്ചത് അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ റെഗുലർ മെമ്പറാണ് എന്ന് പറഞ്ഞപ്പം അദ്ദേഹത്തിന് പിന്നെ ഉത്തരവില്ലാണ്ടായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അല്ല ഇതിനകത്ത് 2 സെൻസർ സർട്ടിഫിക്കറ്റേ ഉള്ളൂ, അത് വെച്ചിട്ടേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അപ്പൊ ഇത് തള്ളും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, എന്റെ കയ്യിൽ വേറെ സെൻസർ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഞാൻ ആ കൂട്ടത്തിലും സെൻസർ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുണ്ട്, നോമിനേഷൻ ഇട്ട കൂട്ടത്തിലും സെൻസർ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പൊ കാണിച്ചത് പുള്ളി കാണാൻ തയ്യാറല്ല, ഒരു വിധത്തിലും കാണാൻ തയ്യാറില്ല. പിന്നെ ഉള്ള കാര്യമൊക്കെ ആ വീഡിയോയ്ക്കകത്ത് ഉണ്ടല്ലോ. സുരേഷ് കുമാറൊക്കെ എഴുന്നേറ്റ് ബഹളം വെക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം അതിന് മുമ്പ്. അപ്പൊ ഞാനിത് ആർഗ്യൂ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ റിട്ടേണിംഗ് ഓഫീസർക്ക് ഉത്തരം മുട്ടുന്നു എന്നുള്ളത് ഇവർക്കറിയാലോ. ഇവരെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യങ്ങളായതുകൊണ്ട് ഈ റിട്ടേണിംഗ് ഓഫീസർക്ക് ഉത്തരം മുട്ടുന്നു എന്നുള്ളത് ഇവർക്ക് മനസ്സിലായി. അപ്പൊ തന്നെ സിയാദ് കോക്കർ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കിതൊന്നും വിറ്റ്നസ് ചെയ്യേണ്ട കാര്യമില്ല, സാർ തീരുമാനിച്ചത് എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞു. അതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ അബദ്ധം. അതായത് സാർ ഓൾറെഡി തീരുമാനിച്ച് വെച്ചിരിക്കുകയാണെന്നുള്ളത് അതായത് സിയാദ് കോക്കർ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതൊന്നും വിറ്റ്നസ് ചെയ്യേണ്ട കാര്യമില്ല, ഇത് ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ നമ്മുടെ ആനുവൽ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്, സ്ക്രൂട്ടിനി സമയത്ത് ആർക്കെങ്കിലും ക്ലെയിം ഉണ്ടെങ്കിൽ ഓഫീസറുടെ അടുത്ത് സംസാരിക്കാം, ക്ലിയർ ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ അതാണ് ചെയ്യുന്നതെന്ന് ഞാൻ സിയാദ് കോക്കറിന്റെ അടുത്ത് പറഞ്ഞു. അപ്പോഴേക്കും എല്ലാവരും ബഹളം ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ബഹളം എന്ന് പറയുന്നത് ഞാൻ അവിടെ നിന്ന് പോകുക എന്നുള്ള ഉദ്ദേശത്തിലുള്ള ബഹളങ്ങളാണ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞു, സാർ നിഷ്പക്ഷനല്ല എന്ന് ഞാൻ പറഞ്ഞത്. റിട്ടേണിംഗ് ഓഫീസറോട് ഞാൻ പറഞ്ഞു, സാർ നിഷ്പക്ഷനല്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇല്ല ഞാൻ നിഷ്പക്ഷനാണ്, ഞാൻ തന്നെയല്ലേ ചേംബറിലും ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേംബറിൽ ഇവരൊക്കെ തന്നെയല്ലേ ചേംബറിലും ഇരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. സാറ് നിഷ്പക്ഷനല്ല എന്നതിന് തെളിവാണല്ലോ സാർ 25 വർഷമായിട്ട് ഇവിടെ ഇരിക്കുന്നത്, പിന്നെ ഇവരൊക്കെ തന്നെയാണ് ചേംബറിലും ഇരിക്കുന്നത് എന്ന് പറഞ്ഞപ്പം സുരേഷ് ഏട്ടന് മനസ്സിലായി അവർക്ക് നേരെ വന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലായി. കാര്യം അവരാണ് ഇതെല്ലാം, ഈ നാടകങ്ങളെല്ലാം പ്ലാൻ ചെയ്തതെന്നുള്ളത്. അത് കാര്യം ലൈവാണല്ലോ, എല്ലാ മീഡിയയും ലൈവായിട്ട് പോകുന്ന സമയത്ത് അവരെന്നെ നാണം കെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഈ മീഡിയക്കാരെ മുഴുവൻ വിളിച്ചകത്ത്. കോടതിയിൽ ഇപ്പൊ 11-ാം തീയതി വിധി പറയാനായിട്ട് വെച്ചിരിക്കുകയാണ്. കോടതി 3 മണിക്കൂർ വാദമായിരുന്നു, എല്ലാം കേട്ടു. അഡ്വക്കേറ്റ് റെജി ജോർജ്. അല്ലാതെ 99% എനിക്ക് അനുകൂല വിധി തന്നെയായിരിക്കും. കാര്യം കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്താണ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അനുകൂല വിധിയായിരിക്കും. ഞാൻ പ്രസിഡന്റായിട്ട് തന്നെ മത്സരിക്കും. ഈ വരുന്ന ഓഗസ്റ്റ് 15-ാം തീയതി ഞാൻ തന്നെ അവിടെ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യും. അല്ല, ഈ പ്രസിഡന്റായ വോട്ട് കിട്ടുമോ നിർമ്മാതാക്കളില്? 100%. കാര്യം എത്ര പേരുണ്ട് വോട്ടർമാര്? 316 പേരാ.
ഈ 316 പേരിൽ തന്നെ ഈ പറയുന്ന ഈ മെയിൻ കോക്കസ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, ഒരു 9-10 പേര്. ഇവർക്ക് തന്നെ ഒരാൾക്ക് 5 വോട്ടൊക്കെ വീതം ഉണ്ട്. ഒരാൾക്ക് 5-4 വോട്ടൊക്കെ വീതം. ആന്റോ ജോസഫിന് തന്നെ 5 കമ്പനിയാണ്. അപ്പൊ 5 വോട്ട് വരുമോ? 5 വോട്ടുണ്ട്. അതെന്തൊരു മര്യാദയാ. അതാണ് അങ്ങനെയാണ് ഇവിടുത്തെ, അങ്ങനെയാണ് ഇവർ ഈ കമ്മിറ്റി പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും നാളായിട്ട്. അപ്പം ഓരോരുത്തർക്കും 5, 4, 3 ഒക്കെ വെച്ച് വോട്ടുണ്ട്. അങ്ങനെ അവരുടെ കയ്യിൽ എങ്ങനെ പോയാലും ഒരു 75-80 വോട്ട് അവർക്കുണ്ട്, അവരുടെ സ്വന്തം വോട്ട് എന്ന് പറയുന്നത്. ബാക്കിയുള്ളത് നമുക്ക് കിട്ടും, ഉറപ്പാ. ഓക്കെ. ഇത് ഈ സാധാരണ ജീൻസ് ആണോ ധരിക്കാറുള്ളത്? ഞാനോ? എല്ലാവിധ വേഷങ്ങളും ഇടാറുണ്ട്, ഇന്നതൊന്നുമില്ല. പർദ്ദയിട്ട് നോമിനേഷൻ പോയിട്ട് ജീൻസ് ഇട്ട് എന്നപ്പോൾ ഞാൻ ചോദിച്ചോളൂ, അത് പ്ലാൻ ആയിരുന്നോ ചോദിച്ചോളൂ. അല്ല, നാച്ചുറലി. അല്ലല്ലല്ല, ഞാനല്ല. അന്നത്തെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇത് എന്നെ ഉറപ്പായിട്ടും റിജക്ട് ചെയ്യുമെന്ന് അവര് എല്ലായിടത്തും പറയുകയും റിട്ടേണിംഗ് ഓഫീസറും അത് പറഞ്ഞു. എന്റെ നിസ്സഹായാവസ്ഥയിൽ നിന്ന് ഇട്ടൊരു വേഷമാണ്, അത്രേ ഉള്ളൂ. ശരി, നടക്കട്ടെ. താങ്ക് യു. അതേപോലെ തന്നെ ഈ പറയുന്ന ഈ 9 പേര് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ, ഇതെന്തുകൊണ്ടാണ് ഇവർ എന്നെ ഭയക്കുന്നതെന്നും കൂടി ഞാൻ പറയാം. ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു കണ്ടന്റ് മാസ്റ്ററിംഗ് യൂണിറ്റ് ഉണ്ട്, യുഎഫ്ഒ ക്യൂബ് പോലെ തന്നെ. അത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു ചാരിറ്റബിൾ സംഘടനയാണ്. ആ സംഘടനയ്ക്ക് ഒരു പ്രൈവറ്റ് കമ്പനി തുടങ്ങാനായിട്ടുള്ള ഇതില്ല. പക്ഷെ ഈ അംഗങ്ങളെ എല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഫണ്ടും എടുത്ത് ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങുകയും അതിന്റെ പേരിലാണ് PVRന്റെ ഒക്കെ ഇഷ്യൂ ഉണ്ടായില്ലേ ഭയങ്കരമായിട്ട്. ഇതിന്റെ ഈ പറയുന്ന ലിസ്റ്റിനടക്കമുള്ള ആളുകളുടെ ലിസ്റ്റിന് എത്രയോ തിയേറ്ററുകളുണ്ട്, അവിടെ പോലും വെച്ചിട്ടില്ല, ഇത് വെച്ചിട്ടില്ല, ഈ പ്രൊഡ്യൂസേഴ്സിന്റെ കണ്ടന്റ് വെച്ചിട്ടില്ല. ഈ കണ്ടന്റ് മാസ്റ്ററിംഗ് യൂണിറ്റിന്റെ പേരിൽ ഭയങ്കര തട്ടിപ്പാണ് അവിടെ നടത്തുന്നത്. അത് ഈ 9 പേരാണ് അതിനകത്ത് ഈ മാനേജിംഗ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ സുരേഷ് ഏട്ടനും സുരേഷ് കുമാറും സുരേഷ് ഏട്ടന്റെ അനന്തരവനുമാണ്, സന്ദീപ് സേനനുമാണ്. രണ്ടു പേർക്കൂടെ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, നടക്കട്ടെ. ആയിക്കോട്ടെ, ശരി.